ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, അച്ചാരി ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സ്പെഷ്യൽ അച്ചാരി ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു അച്ചാരി ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 3 ബേ ലീഫ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ വലിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ചിക്കൻ നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി പിടിക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള യോഗർട്ടാണ്. തൈര് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർക്ക് 2-3 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്, അച്ചാരി ബിരിയാണി മസാല. ഈ ഒരു ബിരിയാണിയെ സ്പെഷ്യൽ ആക്കുന്നതും ഈ ഒരു മസാലയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കീറിയ 2 പച്ചമുളകും കൂടിയാണ്. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചിക്കനും മസാലയും കൂടി നന്നായിട്ട് ജോയിൻ്റ് ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ പിടിക്കട്ടെ. നമുക്കിനി റൈസ് കുക്കാക്കി എടുക്കാം. റൈസ് കുക്കാക്കി എടുക്കാൻ വേണ്ടി വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസ് ആണ്. ഈ ഒരു ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ ലോങ് റൈസ് തന്നെ എടുക്കുക. നല്ല നീളമുള്ള അരി നോക്കി വാങ്ങിക്കുക. അതാണ് ഈ ഒരു ബിരിയാണിക്ക് ബെസ്റ്റ്. നമ്മൾ റൈസ് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 90% വരെ മാത്രം ഈ റൈസിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് കുക്കാവാൻ വേണ്ടി വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ 90%ഓളം മാത്രം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ബിരിയാണി കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വെക്കാം. റൈസ് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ഏലക്ക, 5 ഗ്രാമ്പു, 3-4 പീസ് പട്ട. ഇതിലേക്ക് നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാള ഇനി നമുക്ക് ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മുടെ സവാള വഴറ്റിയെടുക്കാം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാള ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയാണ്. 2 നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ സ്ലൈസ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരല്പം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി നമുക്കിതൊരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നേരം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പലതരം ബിരിയാണികളും കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല.
ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മസാല കൊണ്ട് ഇതുപോലൊരു അച്ചാരി ബിരിയാണി തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരം കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് 2 തവണ നമ്മളിത് തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി കുക്കാക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അച്ചാരി ബിരിയാണി മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഈ റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അച്ചാരി ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരി ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് നേരം വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ അച്ചാരി ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.